Hey, hello guys, welcome back to my channel. It's me, Phantom YT with new game. അപ്പോൾ ഗെയ്സ് ന്യൂ ഗെയിം എന്നല്ല, കുറേ പേര് കളിക്കുന്ന ഗെയിമാണ്. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് അതെ ഗെയ്സ്, അതെ അത് തന്നെ. നമ്മളിന്ന് ഈ ഫുട്ബോളിലെ പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പാണ് കളിക്കാൻ പോകുന്നത്. വേൾഡ് കപ്പ് മോഡ്. ഓക്കെ, അപ്പം ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ പോർച്ചുഗൽ ഞാൻ എടുത്തു, അത് മാത്രമേ ഈ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫുൾ സ്ക്രാപ്പ് ചെയ്യുന്നതാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ ഗെയിം ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് മേളിൽ കാണാൻ 10 കോയിനും 10,000 GB ഒന്നിനും കൊള്ളാത്തൊരു അക്കൗണ്ടാണ് ഇപ്പോൾ എൻ്റെത്. ഇനിയിപ്പോൾ ഞാൻ ഇത് വളർത്തി കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല എന്ന് വാക്ക് പറയുന്നു. കാരണം ഡിലീറ്റ് ചെയ്യും കേസ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തൊരു ബ്രേക്ക് ഇട്ടിട്ട് ഇപ്പം ഓൺ ഗോയിങ് കണ്ടൻസ് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റും CPM ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കും. എന്തായാലും CPM ഒഴിവാക്കാൻ CPM നമ്മുടെ ഐക്കോണിക് ആണല്ലോ ഏത്. അപ്പം ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ CPM എന്തായാലും ഒഴിവാക്കത്തില്ല. മൈൻക്രാഫ്റ്റ് പതിയെ കുറേ കാലം കഴിഞ്ഞൊരു 100 എപ്പിസോഡ് ആവോ അതറിഞ്ഞൂടെ. എന്തായാലും പറ്റുന്നത്ര കൊണ്ടുപോയിട്ട് ഒഴിവാക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ ഫുട്ബോളിലേക്ക് തിരികെ വരുന്നതാണ്. അന്ന് തൊട്ട് പിന്നെ കണ്ടിന്യൂസ്ലി കളിക്കുമായിരിക്കും. പിന്നെ ഈ ഒരാഴ്ച വീഡിയോ ഇടാൻ പറ്റില്ല. കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു പൂച്ചയെ വാങ്ങി, പേർഷ്യൻ ക്യാറ്റ് ഡോൾഫേസ്. അപ്പം അത് കാരണം അപ്പം അതിൻ്റെ തിരക്കുകളും, പിന്നെ 9ാം ക്ലാസ് ആണല്ലോ, അപ്പം എപ്പോഴൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. ഇന്ന് പോർച്ചുഗലിൻ്റെ കളിയുണ്ട്. അപ്പം രാത്രി നമുക്ക് പോർച്ചുഗൽ ഫാൻസിനോട് പറയുകയാണ് രാത്രി കാണാം. പിന്നെ അർജൻറ്റീന ഫാൻസിനോട് മെസ്സി ഹാട്രിക് അടിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മെസ്സിയും റൊണാൾഡോ ഒരേപോലെ ഇഷ്ടമാണ്. പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ഇതിന് വേണ്ടി, വേൾഡ് കപ്പ് സ്പിരിറ്റിന് വേണ്ടി ഞാൻ മെസ്സിയെ എതിർത്ത് പറയുമെങ്കിലും, പക്ഷേ ഞാൻ രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും ഇഷ്ടം റൊണാൾഡോ ആയിരുന്നു മാത്രം. അപ്പം എന്തായാലും ഇന്ന് രാത്രിയിലത്തെ കളി എന്തായാലും ഞാൻ കാണും. അപ്പം ജർമ്മനി 7 ഗോൾ അടിച്ചു. പക്ഷേ അത് കൊള്ളാത്ത ടീമായതുകൊണ്ട് വലിയ വിഷയമില്ല. എതിർ ടീം വലിയ ഉറക്കം കളിച്ചുകൊണ്ട് വലിയ വിഷയമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം എന്തായാലും ഇപ്പം ഗെയിം പ്ലേ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല. ഇനിയിപ്പോൾ കളിയുടെ ഇടയ്ക്ക് അത് പറയാൻ വയ്യ, അത് കാരണം നോക്കി. ഗൈസ്, അപ്പം ഈവന്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ കണ്ടീഷൻസ് ഇൻ ദി ഈവന്റ് ആൻഡ് ഏൺ റിവാർഡ്സ്. ദർ ആർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. എൻ്റെ പൊന്നെ, ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ 100 കോയിൻസാണ് കിട്ടുന്നത് അതായിട്ട്. അപ്പോൾ ഈ ബിഗിനർ വേണോ, അമേച്ചർ വേണോ, റെഗുലർ വേണോ? GP കൂടും, പക്ഷെ കോയിൻ കൂടില്ല. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഞാൻ പ്രൊഫഷണലിട്ട് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലിട്ട് തന്നെ കളിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് ആയിരിക്കും. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 16 പതിയെ വരും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് കെയിലാണ്, റിയൽ ലൈഫിലെ പോലെ തന്നെ. ഇന്ന് വീഡിയോ തുടങ്ങാൻ കാരണവും അത് തന്നെയാണ്. നമ്മളിപ്പം ഇന്നാണ് ആദ്യത്തെ കളി പോർച്ചുഗലിൻ്റെ റിയൽ ലൈഫിൽ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മാച്ചിലോട്ട് പോവാണ്. അപ്പോൾ പ്രോ ഡിഫിക്കൽട്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇട്ടതാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് കളിക്കുമായിരുന്നു. അപ്പം ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. എന്തായാലും നമുക്കാണിപ്പം കോങ്കോയെക്കാട്ടിൽ ഇത്തിരി പവർ കൂടുതൽ. അത് കാരണം നമ്മൾക്കാണ് ജയിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഈ ജേഴ്സി പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ജേഴ്സിയൊക്കെ മാറ്റി. അപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ കളി തുടങ്ങാം. ഞാൻ എന്താ വെള്ള ജേഴ്സി ഇട്ടെന്ന് വെച്ചാൽ പനിയുണ്ട് ചെറിയ, അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഡിസ്റ്റർബൻസ് വരികയാണ്. അയ്യോ സോറി, ക്ഷമിക്കണം. അപ്പം എന്തായാലും ഇന്ന് വെള്ള ജേഴ്സി ഇട്ട് ഇപ്പം കളിക്കാം. ഫസ്റ്റ് മാച്ച് മാത്രമേ കളിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ടൈം അനുസരിച്ച് ചെയ്യും. വീഡിയോ റെക്കോർഡ് 15 മിനിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിർത്തും. കാരണം 15 മിനിറ്റ്സ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ. അപ്പം 15 മിനിറ്റ്സ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു കളിയും കൂടെ കളിക്കുന്ന വീഡിയോ. ഓക്കെ, അപ്പം 3, 2, 1 ഫസ്റ്റ് മാച്ചിലേക്ക് പോവാണ്, പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയിൽ. ഓക്കെ, റൊണാൾഡോ ഇവിടെ കിട്ടാ. റൊണാൾഡോ CF നിൽക്കട്ടെ. റൊണാൾഡോയ്ക്ക് 92 OVR ഉണ്ട്. ഇവിടെ ഇന്നാലും അവിടെ ഇന്നാലും. അങ്ങനെയാണെങ്കിൽ ബ്രൂണോയ്ക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഗൈസ്. ബ്രൂണോയുടെ OVR കുറേ, റൊണാൾഡോയുടെ OVR കുറേ. അപ്പം ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട, അവൻ നിൽക്കട്ടെ, ചെറുകെ നിൽക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. അപ്പം അങ്ങനെ കളി തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അതെ, അപ്പം റിയൽ ലൈഫിലെ കാര്യമാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്ന. ഇന്നത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാകും ഗൈസ്. കാരണം ഞാൻ അത്രയ്ക്ക് ഇന്നത്തെ കളി ജയിക്കാമായിരുന്നു. ഇന്നത്തെ കളി എന്തായാലും ജയിക്കുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. കാരണം ഈ ടീമിൻ്റെ കൂടെ ഒക്കെ ജയിക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള വേൾഡ് കപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ.
അപ്പോൾ എന്തായാലും ഈ ടീമിൻ്റെ കൂടെ നല്ല ഗോൾ അടിച്ച് ജയിക്കട്ടെ. അപ്പോൾ ഗൈസ് ഓക്കെ. അപ്പോൾ ഗൈസ് ഈ ഗെയിമിലും അപ്പോൾ ഓട്ടോ കൺട്രോൾ ഒന്ന് തുടങ്ങി. ഓട്ടോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഇട്ടാലും ഇതേ കണക്കെ കളിക്കുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കയറി റാഫേലിയോ ഓ ഗൈസ് 4 മിനിറ്റിൽ തന്നെ ഗോൾ ഇട്ട് പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയിൽ ഗീസ്. ഞാൻ അടുത്ത കളിയായിട്ട് ടോപ്പ് പ്ലെയർ ഇടാം ഗീസ്. അല്ല ഇനിയിപ്പോൾ ഈ സെറ്റിങ്സ് മാറ്റാൻ പറ്റില്ല ഗീസ്. അപ്പം എന്തായാലും ഇപ്പം പ്രൊഫഷണലി ഞാൻ ആദ്യം തന്നെ 4 മിനിറ്റിൽ തന്നെ ഗോൾ ഇട്ട് ഗീസ്. ഏതാ അപ്പുറത്തെ ടീം മര്യാദയ്ക്ക് കളിക്കുന്നില്ല, ഒക്കെ ചത്തുകുത്തിയിരിക്കും. റാഫേലിയോ ആദ്യത്തെ ഗോൾ അടിച്ച് ഗീസ്. അപ്പം നല്ലൊരു പാസ്സായിരുന്നു ബ്രൂണോടെ പാസ് വഴി റാഫേലിയോടെ ഒരു സൂപ്പർ ഷോട്ട് ഗീസ്. വിഷയം ഗോളായിരുന്നു. റാഫേലിയോ ഒരു ഗോൾ അടിച്ചു. ഇനിയിപ്പം അത് മാറ്റാം, തുടങ്ങാം. അവന്മാരുടെ കയ്യിലാണ് ഇനി ബോൾ. അവന്മാരുടെ കയ്യിൽ നിന്ന് ബോൾ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കോച്ച് അവന്മാരുടെ കയ്യിൽ നിന്ന് ബോൾ എടുക്കുമ്പോഴായിരിക്കും ഈ ഡിഫിക്കൽട്ടിയിൽ പാട് വരാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മളെടുക്കും. ഏത് അയ്യോ പണി കിട്ടി. അവന്മാർ ഗോൾ അടിക്കുവോ? ഗോൾ അടിക്കുവോ? ജസ്റ്റ് മിസ്. മണ്ടന്മാര് പോസ്റ്റിന്റെ അവിടെ എത്തി ഗോൾ കീപ്പറിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അവന്മാർ പുറത്തടിച്ച് കളഞ്ഞു മണ്ടന്മാര്. പിന്നെ നമ്മുടെ ഒരു ഡിഫൻഡർ മുമ്പിൽ കയറി ബ്ലൈൻഡ് ആക്കിയെന്ന് തോന്നുന്നു അവനെ. അത് കാരണം അവനെ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റിയില്ല. മോനെ വിഷമിക്കണ്ടാ, പോട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി വലിയ ടീമിനും എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ട്യൂട്ടോറിയൽ കാണും, കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് കളി തുടങ്ങുന്നത്. കർവ് ചെയ്ത് ഇത്തിരി കർവ് ചെയ്തിടണം. ഓക്കെ. അപ്പോൾ ഗെയ്സ് ഈ വേൾഡ് കപ്പിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഡിയേഗോ ജോട്ട. അപ്പോൾ RIP ഡിയേഗോ ജോട്ട. അപ്പം ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഈ വേൾഡ് കപ്പ് അടിക്കും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ഓക്കെ. ഗെയ്സ് നിങ്ങളുടെ സപ്പോർട്ട് എത്ര ഉണ്ടാവുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എത്ര ഉണ്ടെങ്കിലും ഞാൻ ഈ വട്ടം പോർച്ചുഗലിനെ വേൾഡ് കപ്പ് അടുപ്പിച്ചിട്ടേ ഈ ഗെയിം നിർത്തൂ. ഓക്കെ, അതിന് എത്ര ആഴ്ചത്തെ വീഡിയോ ഗൈസ്. പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയുടെ കളികൾ തുടങ്ങി. കോഡെന്നാണ് പേര്, കോങ്കോ എന്നല്ലേ? ഡി കോങ്കോ അങ്ങനെ കണ്ടല്ലേ ടീമിന്റെ പേര് അപ്പുറത്ത്. അപ്പൊ ആ ടീം ഒരു ഗോൾ അടിച്ചു. 1-1 14 മിനിറ്റ് 1-1 ഗൈസ്. ഇപ്പൊ ബാക്കി വാശിയുള്ള കളിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. വാശി എന്ന് വെച്ചാൽ അവന്മാരൊരു ഗോൾ അടിച്ച്, പക്ഷെ നമ്മള് തിരിച്ചടിക്കുമെന്ന് അറിയാം നമുക്ക്. എന്തായാലും നമ്മൾ അടിക്കും ഗൈസ് തിരിച്ച്, നോക്കിക്കോ. ഗൈസ് റാഫേലിയോന്റെ ഒരു മിസ്. അപ്പൊ ഗൈസ് വിറ്റീനൊക്കെ കിട്ടി. അപ്പം നമ്മള് റൂബൻ നെവസിന് കൊടുത്ത്. ഓക്കെ, റാഫേലിയോ ഗെയിൻ ഒരു നൈസ് ഡ്രിബ്ലിങ്. പക്ഷേ അയ്യോ ഓഫ് സൈഡ്. ആ റണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ വിഷയം ഗോള് കാണാമായിരുന്നു. ആ റണ്ണ് കിട്ടിയിരുന്നെങ്കിൽ. റൊണാൾഡോ ഇങ്ങ് അറ്റത്തോ, റൊണാൾഡോയിൽ ഇതുവരെ ബോൾ പോലും വന്നില്ലെന്ന്. പൊന്നേ. പ്രൊഫഷണൽ ഡിഫിക്കൽട്ടി ചില്ലറ പരിപാടി അല്ലെന്ന് മനസ്സിലായി. ഞാനൊരു ഗോൾ അടിച്ചപ്പോൾ ആദ്യം പറഞ്ഞ പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയിൽ ആദ്യം നമ്മൾ ഗോൾ അടിച്ചെന്ന്. പക്ഷെ ആദ്യം ഗോൾ അടിക്കുന്നതിലല്ല കാര്യം, അത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നുള്ള കളിയിലാണ് കാര്യം. ആദ്യം ഗോൾ അടിക്കാൻ വലിയ പാടൊന്നുമില്ല. ബാക്കി ടീം വരുമ്പോൾ അതും പാടാവും. ഓക്കെ. ഇവിടുന്ന് ഒരു പാസ് റൊണാൾഡോയ്ക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതെന്തൊരു റൊണാൾഡോയുടെ നിന്ന് പാസ് മിസ്സായി. എൻ്റെ തെറ്റാണ്, ഞാൻ പാസ് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് മാറിപ്പോയി. ഞാനേ കറക്റ്റ് ടൈമിൽ കൊടുത്തില്ല, ഞാൻ ജസ്റ്റ് ലാഗ് ആക്കിയെന്ന് തോന്നുന്നു. അതാണ് വിഷയം പറ്റിയത്. ഇവന്മാര് ഇതെങ്ങനെ കളിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. റൊണാൾഡോയിൽ ബോൾ കിട്ടി. ബാക്ക് കൊടുത്ത് കളിക്കുമോ ഇപ്പൊ തൽക്കാലം? ഗോൺസാലോ റാമോസിന്റെ ബോൾ കിട്ടി. വീണ്ടും എഗെയിൻ റൊണാൾഡോയുടെ കയറി. ഇവിടുന്ന് ഒരു ഷോട്ട് കിട്ടിയില്ല. അതിനു മുമ്പേ അവന്മാര് ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോളായെന്ന് തോന്നുന്നെന്നേ ഞാൻ പറയുന്നുള്ളൂ, കാരണം ഉറപ്പൊന്നുമില്ല അത് ഗോളാവൂന്ന്. ഗൈസ് ബ്രൂണോടയിലോട്ടൊരു വിഷയം ത്രൂ. ഗൈസ് റൊണാൾഡോയ്ക്ക് ഷോട്ട് അടിക്കാൻ സമ്മതിക്കില്ല അവന്മാര്. ഗൈസ് റൊണാൾഡോ ഇപ്പൊ റിയൽ ലൈഫിലും ഫോം ഔട്ടാണെന്നാ. ഇന്നത്തെ കളിയിൽ ഇറക്കുമോ എന്തോ, കണ്ടറിയാൻ ഗൈസ്. എനിക്കൊന്നും അറിഞ്ഞൂടാ ഇന്നത്തെ കളിയെ കുറിച്ച്, എന്താണ് ലൈനപ്പ് ഒന്നും. ലൈനപ്പിൽ റൊണാൾഡോ ഇല്ലെങ്കിൽ ഞാൻ കളി കാണത്തില്ല.
കളി കാണത്തില്ലെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കാണും. പക്ഷെ റൊണാൾഡോ ഇല്ലെങ്കിൽ ഒരു വിഷമമാണ് ഗൈസ്. റൊണാൾഡോ ഇല്ലാതെ വരത്തില്ല ഗൈസ്. റൊണാൾഡോ ഇല്ലാതെ വന്നാൽ പിന്നെ ഗൈസ് ആ പാസ് കണക്ട് ആയതായിരുന്നു. പക്ഷേ ഗൈസ് വിഷയമില്ല ഗൈസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 45 മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ സമനിലയാ. ഇതൊരു കളിയുടെ ഇത് ഫസ്റ്റ് ഹാഫിൽ സമനിലയായുള്ളൂ. ടാക്കിൾ ചെയ്ത് ഗൈസ്. വിഷയമില്ല, റെഡ് കാർഡൊന്നും വീണില്ല. ഓക്കെ. രണ്ട് ഗോൾ അടിച്ച്. എന്റെ പൊന്നെ ഗൈസ്, പണി കിട്ടി. ഓമാർ 2 ഗോൾ അടിച്ച് ഗൈസ്. എന്തായാലും നമ്മൾ ഈ കളി ജയിക്കും അല്ലെങ്കിൽ ഡ്രോ പിടിക്കും. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. സെക്കൻഡ് ഹാഫ് ഇപ്പൊ തുടങ്ങുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഇപ്പൊ തീരും. നോക്കൂ, ഫസ്റ്റ് ഹാഫ് തീർന്നു ഗെയ്സ്. മൈ മിസ്റ്റേക്ക് ഗെയ്സ്. എന്തൊരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് സെക്കൻഡുകളായില്ല. അതിന് മുമ്പ് പ്രൊഫഷണൽ ഇട്ടത് എന്റെ മണ്ടത്തരമായി പോയെന്നാണ് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഒരു ഗോളെങ്കിലും അടിക്കാൻ പറ്റി. ആ ഒരു ആശ്വാസത്തിൽ നിൽക്കും. അവന്മാരെ ഇനി അടുത്ത ഗോൾ അടിക്കാൻ വിടാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു ഇത്, അല്ലാതെ വേറൊന്നുമില്ല. ബോളിട്ടി കൊണ്ട് കളയായിരുന്നാ മതി. ബോളിട്ടി വിറ്റീന. അവന്മാർ സമ്മതിച്ചില്ല. പാസ് ഇന്റർസെപ്റ്റ് ആയി ഗേസ്. അപ്പം സമ്മതിച്ചില്ല അവന്മാര്. അപ്പൊ ഗേസ് നൈസിന് കളി വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോൺസാലോ റാമോസ് ഗോൺസാലോ റാമോസിന്റെ റൂബൻ നെവസ്. ഞാൻ സ്പ്രിന്റ് ചെയ്യുന്നില്ല ഗേസ്, ഇങ്ങനെ ഓടിപ്പാച്ചില് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റൊണാൾഡോ കേറാൻ പറ്റുമോ? കേറാൻ പറ്റി. അണ്ണൻ ഗോൾ അടിച്ച് തിരിച്ചടിച്ച് 2-2 വിഷയം. റീപ്ലേ കാണിച്ചാൽ എന്തൊരു വിഷയം ഗോളാണ്. അന്റെ ഏതാ ലോങ് റേഞ്ചർ ഗെയ്സ്? ലോങ് റേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗെയ്സ്. അത് നമ്മുടെ അണ്ണനെ തുളച്ചിടാൻ പറ്റും. വിഷയം ഗോളെന്ന് വെച്ചാ ഞാൻ പോലും വിചാരിച്ചില്ല അത് ഗോള്. ഞാൻ ജസ്റ്റ് അടിച്ചേ ഉള്ളൂ. പക്ഷെ അണ്ണനായോണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അത് കോൺഫിഡൻസ് ഉള്ള കണക്ക് തന്നെ കയറി 2-2 അടിച്ച്. ഇപ്പൊ 3-2 ആദ്യത്തെ കളി ഇപ്പൊ നമ്മള് ജയിക്കും മിക്കവാറും. അവന്മാര് കളി തുടങ്ങി. നമ്മള് വർത്താനം പറഞ്ഞോണ്ട് നിന്നാലേ അവന്മാര് കളിയും കൊണ്ട് പോവും. നമ്മളിവിടെ വായി നോക്കിക്കോ. ആന മണ്ടത്തരം ഇപ്പൊ കാണിച്ചെന്ന് തോന്നുന്നു. കയ്യിനിപ്പോ ബോൾ പോയി. റൊണാൾഡോയ്ക്ക് ബോൾ മറിച്ച് ത്രൂ എടുത്ത് സ്പ്രിന്റ് ചെയ്തിട്ട് കിട്ടിയില്ല. റൊണാൾഡോ ബോൾ ഇപ്പൊ റൊണാൾഡോയുടെ ഒരു ഗോള് കാണാൻ പറ്റി. ഞാൻ വിചാരിച്ചതല്ല കാണാൻ പറ്റൂന്ന്. എന്തായാലും കാണാൻ പറ്റി. അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് സീ. അതെന്തരിത് ഗേസ്? കിട്ടി. ബോൾ കിട്ടി. വീണ്ടും കിട്ടി. ഓക്കെ. ഗേസ്, റൊണാൾഡോയെ കൊണ്ട് അടുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കളി ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ വിറ്റീനെ കൊണ്ട് കളി തോപ്പിക്കും ഗേസ്. എന്തൊരു പാസൊക്കെയാണ് ഈ പോകുന്നത്. ഞാൻ വിടുന്ന ഇങ്ങോട്ടോ അതെങ്ങനെ പോന്നേ? എന്തൊരു പാസൊക്കെയാ പോകുന്നത്. ഉന്നേ ഇല്ല ഉമാർക്ക്. ഈ ബോളൊക്കെ വലിയ വിഷയമായി വരുന്നു. ഒമാര് ഗോളടിച്ച നാണം കെട്ടു പോവും. പൊന്നെ ഗേസ്, അടുത്ത ഗോള് വീണ് 3-2. പ്രൊഫഷണൽ ഡിഫിക്കൽട്ടി ചില്ലറ കളിയല്ലാട്ടാ. അപ്പൊ 3-3 ആക്കണം. അതാ ഇനി അടുത്ത ടെൻഷൻ. റൊണാൾഡോയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയും ഞാൻ ആരെങ്കിലും കൊണ്ട് ഗോൾ അടിപ്പിച്ചോളാം. ഓക്കെ. പ്ലീസ്, റൊണാൾഡോയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പറയുന്ന റൊണാൾഡോയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ പറ്റും. 85 മിനിറ്റ് ഡ്രോ പിടിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് ഈ കളി. ആദ്യത്തെ കളി തന്നെ നമ്മൾ തോറ്റു ഡ്രോ പിടിച്ചില്ലെങ്കിൽ. 85 മിനിറ്റ് എന്നൊക്കെ പറയുന്നതേ നിസാര കളിയല്ല ഇപ്പൊ നടക്കുന്ന. വേൾഡ് കപ്പാണ്. ഈ കളിയിൽ ഇങ്ങനെ 85 മിനിറ്റ് ഡ്രോ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന കാര്യമാണോ? നടക്കാനേ പാടില്ല.
അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ എങ്ങനെയും ഡ്രോ പോലും പിടിക്കാതിരിക്കാൻ നോക്കണ്ടായിരുന്നു. ശരിയാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ പ്രൊഫഷണൽ ഡിഫിക്കൽട്ടി ഇട്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ വിഷയം വരും. 91 91 തോക്കുപോയി കളി. 92 എനിക്ക് അറിഞ്ഞൂടെ ഇതെങ്ങനെയാ പോവാ പോലെ ഈ കളി. ആദ്യത്തെ കളി തന്നെ തോറ്റല്ല. 15 മിനിറ്റ് കറക്റ്റായി കളി. ആദ്യത്തെ കളി തന്നെ തോറ്റു. എന്തൊരു പന്ന കളിയായി പോയി. ഇത്ര സമനില പിടിച്ചിരുന്നേ. അടുത്ത കളി തൊട്ടെങ്കിലും തിരിച്ച് കേറി വരണം, അല്ലേ വിഷയാവും. കോങ്കോയിലെ അവന്മാർക്ക് ഇത് കിട്ടിയതല്ലേ, അവന്മാര് ജയിച്ച് ഒരു കളി. അടുത്ത കളി ഇനി ആരുമായിട്ടാന്ന് കണ്ടറിയാം. അടുത്ത കളി ഇനി കളിക്കണോ? ഈ കളിയും കൂടെ കളിക്കാം. എന്താന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്, ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായി. ഉസ്ബെക്കിസ്ഥാനുമായിട്ട് അടുത്ത കളി. ഉസ്ബെക്കിസ്ഥാൻ ആദ്യത്തെ കളി തോറ്റി. ഈ കളി എങ്ങനെയും ജയിക്കും. ഈ കളി ജയിച്ചില്ലെങ്കിൽ എന്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ, എന്തോ ശ്രദ്ധ എവിടെയോ ആളിപ്പോയി. ഈ ചെറുകനെ പിടിച്ച് ചെയ്യപ്പെട്ടാൽ ശരിയാവത്തില്ല. ഞാനേ ടീമിൽ നിന്ന് മാറ്റം വല്ല വരുത്താൻ പോവാ. ഇപ്പൊ കിടക്കുന്ന 92ന്റെ ഈ ചെറുകനെ RMF ഇട്ടാലും കാര്യമില്ല. അപ്പം RMFന് പറ്റുന്ന ഒരാളാ ഡിയേഗോ ജോട്ടയെ പറ്റുമോ? അവൻ നിന്നപ്പോ എത്രയായിരുന്നു? അവൻ ഇന്ത്യ ഗോൺസലോ റമൂസ് ഇവിടെ. അവ ഇവിടെ നിന്നപ്പോ എത്രയായിരുന്നു? 61. അപ്പൊ അതിനെക്കാട്ടിലും ഭേദമാണ് ഈ ജാവോ ഫെലിക്സ് ഇരിക്കുന്നത്. അപ്പൊ ജാവോ ഫെലിക്സ് തന്നെ നിൽക്കട്ടെ. അതാണ് ഈ നല്ലത്. ജാവോ ഫെലിക്സ് തന്നെ. മാച്ചിലേക്ക് പോവുകയാണ്. റൊണാൾഡോ ST ആക്കിനെ. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയാം. ഈ മാച്ച് ജയിച്ചില്ലെങ്കിൽ കഴിഞ്ഞെല്ലാം പോകും. ഈ മാച്ച് എങ്ങനെ പോയാലും ജയിക്കും. ഉസ്ബെക്കിസ്ഥാന്റെ പ്ലേയേഴ്സ് എത്ര പവർഫുൾ ആണെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ അവരെക്കാട്ടിലും പവർഫുൾ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് ഇറങ്ങുക. ഓക്കെ, അപ്പൊ ഈ കളിയിൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഫുള്ള് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പോവുകയാണ്. ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഞാൻ അധികം മിണ്ടീന്ന് എടുത്തില്ല. ചിലപ്പം മിണ്ടും, ചിലപ്പം മിണ്ടത്തില്ല. മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്കാൻ നോക്കുക. ഇപ്പൊ ത്രോ അവന്മാര് നമുക്ക് തന്നെ ത്രോ തന്നു. ത്രോ ഓക്കെ. ഡിഫെൻഡ് ചെയ്യുക, മാക്സിമം ഡിഫെൻഡ് ചെയ്യുക. മാക്സിമം എന്ന് വെച്ചാ മാക്സിമത്തിന്റെ മാക്സിമം ഡിഫെൻഡ് ചെയ്യുക. വിറ്റീന ഡിയോഗോ കോസ്റ്റ ഉണ്ടായിരുന്നു. നല്ല റണ്ണ്. ഈ റണ്ണിൽ പോയ വിഷയം. ഈ റണ്ണിൽ പോയ വിഷയം. എന്റെ പൊന്നെ, റൊണാൾഡോയുടെ ബോൾ മിസ്സായി. ഒരു ലെജൻഡിന്റെ ബോൾ മിസ്സാവരുത് ഇങ്ങനെ. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ വിഷയമില്ല, അത് നമ്മൾ എടുക്കും തിരിച്ചെങ്ങനെയും. റൂബൻ നെവസിന്റെ മാക്സിമം ഓട്ടമാണ് ഞാൻ ഇപ്പൊ ചെയ്തത്. ഇനി റൂബൻ നെവസിന് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യാൻ പറ്റിയാലും ചെയ്യട്ടെ. എന്റെ പൊന്നെ, ഞാൻ പോലും വിചാരിച്ചില്ല ഷൂട്ട് പോകും. ഞാൻ ഡാഷൊക്കെ വിചാരിച്ചേ, പക്ഷെ ഷൂട്ട് പോയി. പക്ഷെ ഷോട്ടും ഉള്ളായിരുന്നു കേട്ടാ. ഗോൾ കീപ്പറിന്റെ സേവ് ഇല്ലായിരുന്നു വിഷയം. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേട്ടാണെങ്കിലും കളി ജയിച്ചാൽ മതി. ഈ ട്യൂട്ടോറിയൽ ഉമാറുടെ ഭയങ്കര വിഷയമാണ്. അപ്പൊ ഷോർട്ട് കോർണർ എടുക്കാം. അതാണ് നല്ലത്. ഷോർട്ട് കോർണർ ഇങ്ങനെ എടുക്കാം. ഞാൻ എല്ലാം മറന്നുപോയി, സത്യം പറഞ്ഞു. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ
അണ്ണൻ മിസ് ചെയ്ത് ഗോള് കയറിയില്ല, ആംഗിൾ മാറ്റി അടിക്കണം. ശരിയില്ല 21 മിനിറ്റ് ആയി, ഇതുവരെ കളിയൊന്നും തീർന്നില്ല. അടിക്കാൻ പറ്റിയില്ല ഗൈസ്. അത് എന്തൊരു ചാൻസ് ആയിരുന്നു അറിയോ ഗൈസ്? ന്യൂനോമെന്റസ് എന്തൊരു കളി ഗൈസ്. എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പ്രൊഫഷണൽ ഇട്ട് തുടങ്ങിയത് തന്നെ മണ്ടത്തരമായി പോയി. ഞാൻ ജസ്റ്റ് അമേച്ചർ ഒന്ന് കളിച്ച് നോക്കണമായിരുന്നു, എന്നിട്ട് തുടങ്ങണമായിരുന്നു. പക്ഷെ പ്രൊഫഷണൽ ഇട്ട് തുടങ്ങിപ്പോയി. റൊണാൾഡോ സ്കില്ലിട്ട് പോട്ടെ. ഓ നേരെ ചെന്നൊരു പ്ലെയറിന്റെ മണ്ടയ്ക്ക്. ആ പ്ലെയർ ആണെങ്കിൽ വിട്ടതുമില്ല നമ്മളെ. ടാക്കിൾ ടാക്കിൾ ഓക്കെ 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 ടാക്കിൾ ചെയ്തുകൊണ്ട് അവൻ ഡിസ്ട്രാക്ട് ആയി. അപ്പൊ നമ്മളെ ഇന്ന് ബോള് പോവില്ല. ഓക്കെ. റൊണാൾഡോ ഇപ്പൊ ടാക്കിൾ ചെയ്ത് റെഡ് കാർഡ് കിട്ടിയേൻ എൻ്റെ പൊന്നെ. അയ്യോ പോകേ. അവൻ വിചാരിച്ച് ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോ? അങ്ങനൊന്നും നടക്കത്തില്ല. അങ്ങനൊന്നും എന്തായാലും ഗോൾ അടിക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഉസ്ബെക്കിസ്ഥാൻ. എനിക്ക് ഈ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്ന ആഷിറിന്റെ ഉസ്ബെക്കിസ്ഥാൻ ഷവർമ. ആ ഡയലോഗ് ഈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച് പണി പാളിയെന്ന്. പക്ഷെ പണി പാളിയില്ല. നേരെ എല്ലാം തിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഒരു ഗോൾ അടിച്ച് കളി ജയിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ. ഈ കളി എങ്ങനെയാലും ജയിച്ചേ പറ്റൂ. റൊണാൾഡോ CF ഇട്ടിട്ട് പോലും കളി മര്യാദയ്ക്ക് നടക്കുന്നില്ലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ലവനെ തന്നെ പിടിച്ചിടണോ വീണ്ടും? അതെന്തോ അത് വാട്ട് ഓഫ് സൈഡ് ആണോ? ഓഫ് സൈഡാണ്. ഓഫ് സൈഡ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം കയറി വരുന്നത്. ഇവന്മാര് മര്യാദ കളിക്കുമ്പോ ഈ ഓഫ് സൈഡ് കയറി. അയ്യോ, ആ ബോൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയനാ. അതത് വിഷയം ബോൾ കേട്ടോ. അത് വിഷയം ബോൾ കിട്ടി. കൈ കിട്ടി സാധനം. കൈ കിട്ടി. പാസ് ഇട് ബാക്ക് പാസ് ഇട്ടാലും കുഴപ്പമില്ല. കളിക്കുമ്പോൾ മര്യാദയ്ക്ക് കളിച്ചാൽ മതി. ഇത്രയുള്ളൂ. റൊണാൾഡോ ബോൾ എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കി. ഇപ്പൊ എടുത്ത് അണ്ണൻ ബോൾ എടുത്ത്. ഓ എന്താണ് പ്രശ്നം? എന്താണ് വീണ്ടും ഓഫ് സൈഡ്? ഈ മര്യാദയ്ക്ക് കളിക്കുമ്പോൾ ഓഫ് സൈഡ് വിളിക്കുന്ന ഭയങ്കര വിഷയട്ടോ. ഈ പ്രൊഫഷണൽ ഡിഫിക്കൽട്ടിയുടെ ഒക്കെ മെയിൻ പ്രശ്നമാണ്. വിഷയമില്ല എങ്ങനെയാണെങ്കിലും അടിക്കും നമ്മൾ ഒരു ഗോൾ അടിക്കാൻ എന്തായാലും കളി നിർത്താം. ഒരു ഗോൾ എങ്ങനെ ആയാലും അടിക്കും. കഴിഞ്ഞ കളി അടിച്ചല്ലേ നമ്മള് 2 ഗോൾ അടിച്ചല്ലേ. ആ സമയത്താണ് ഒരു ഗോളൊക്കെ അടി ഇത്ര പാട്. റൊണാൾഡോ ഗോൾ അടിച്ച്. അതെ അണ്ണൻ ഗോൾ അടിച്ച് 60-ാം മിനിറ്റിൽ അണ്ണൻ ഗോൾ അടിച്ചിട്ട്. ഈ ഗോളിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് തരണം. 60-ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു ഗോൾ അടിച്ചാൽ മതി. അങ്ങനെ ഈ കളി എന്തായാലും നമ്മൾ ജയിച്ചെന്ന് ഉറപ്പിക്കും. അങ്ങനെ അണ്ണന്റെ ഇട്ട്. അണ്ണൻ ഞാൻ പറഞ്ഞ ഇട്ട്. അത് കാരണം നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ. ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബും ചെയ്യണം. ആദ്യം ഞാൻ വിചാരിച്ച് പാസ് പാളിയെന്ന് ബ്രൂണോള ബാക്ക് ഹീൽ പാസ്. പക്ഷെ പാളിയില്ല. തിരിച്ച് റീബൗണ്ട് കിട്ടിയപ്പം കറക്റ്റ് പാസ് കിട്ടി. അപ്പം റൊണാൾഡോ ഒരു ഗോളും കാച്ചി. അത്രേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ കളിയിൽ അടിച്ച ഗോൾ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മറ്റേ ലോങ് റേഞ്ചർ. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാം. ഒരു ലോങ് റേഞ്ചർ കിണ്ണം കാച്ചി ഗോൾ അടിച്ചായിരുന്നു. സൂപ്പർ കാര്യം. വലിയ വ്യൂസ് ഒന്നും ഇപ്പൊ എനിക്കില്ല. പിന്നെ ഒരു കാര്യം ഈ വീഡിയോയിൽ ഞാൻ തുറന്നു പറയാം. ഞാൻ ക്രാസോ തന്നെയാണ് പിന്നെ നിങ്ങൾക്കത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിചാരിച്ചത് ഞാൻ എൻ്റെ വോയിസ് കേൾക്കുമ്പം.
ഞാൻ ക്രാസ് തന്നെയാണ് കേട്ടാ. ഞാൻ ചാനലൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പേര് മാത്രമേ മാറ്റിയുള്ളൂ. പേരും പിന്നെ വീഡിയോ ഒന്ന് റിഫ്രഷ് ചെയ്തേ ഉള്ളൂ. അതിന്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ടായിരുന്നു. ആ റീസൺ ഞാൻ അങ്ങ് ഇതാക്കിയെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. അത് സോ മച്ച് പ്രൈവറ്റ് റീസൺ ആണ്. അപ്പം ആ റീസൺ പറഞ്ഞാൽ വിഷയമാണ്. അപ്പം അത് കാരണം ആ റീസൺ മാത്രം പറയാൻ പറ്റില്ല. അതെങ്ങാണം ഗോളായിരുന്നെങ്കിൽ ഉണ്ടല്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് അട്ടഹസിച്ചേനെ. അതെങ്ങാണം ഗോളായിരുന്നെങ്കിൽ. ഇന്റെ പൊന്നീസ് ഇതെങ്ങാണം ഗോളായ ഞാൻ ഇരുന്ന് കരയും. ഇന്റെ പൊന്നീസ് ഇതെങ്ങാണം ഗോളായോ ഉണ്ടല്ലോ. ഓക്കെ, ഗോളായില്ല. ഓക്കെ, രക്ഷപ്പെട്ടു കേസ്. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സിന് 77 മിനിറ്റ് കളിയായുള്ളൂ. അവന്മാർക്ക് ഇനിയും ഗോൾ അടിക്കുക. അത് കാരണം ഇനിയും നമ്മൾ ഡിഫെൻഡിങ്ങിൽ കൂടുതൽ കേന്ദ്രീകരിക്കണം ശ്രദ്ധ. ഓക്കെ 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 ഒരു നൈസ് ത്രൂ ബോൾ കിട്ടി. റൊണാൾഡോ വിളിച്ച് ബോൾ വിളിച്ച് എന്റെ പൊന്നി, സോ ക്ലോസ്. റീപ്ലേ കാണിക്കൂ. സോ ക്ലോസ് ഗേസ്. ആ ബോളെങ്ങാണം ഗോളായിരുന്നെങ്കിൽ എന്റെ പൊന്നെ, സോ ക്ലോസ്. ജസ്റ്റ് മിസ് ഗേസ്. ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്തിരുന്നെങ്കിൽ ഗോളായി. 26 മിനിറ്റ് വീഡിയോ. ഇത്ര ലെങ്തി വീഡിയോ എന്റെ ചാനൽ ഹിസ്റ്ററിയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫിഫയുടെ ഉണ്ട്. ഇത്ര ലെങ്തി വീഡിയോ എന്റെ ചാനൽ ഹിസ്റ്ററിയിൽ ഉണ്ട്. ഇപ്പൊ മനസ്സിലായി ഉണ്ട്. ഓർത്ത് ആ കിട്ടി. ബോൾ കിട്ടി. നെക്സ്റ്റ് ഗോൾ. റൊണാൾഡോയുടെ 3ാമത്തെ ഗോളാണ്. നമ്മുടെ കരിയർ മോഡ്, അതായത് വേൾഡ് കപ്പ് കരിയർ മോഡ് പറഞ്ഞിട്ട് 3ാമത്തെ ഗോളാണ് റൊണാൾഡോയുടെ ഗേസ്. മേളിൽ ഗോൾഡ് ഡ്രീം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതെന്റെ അക്കൗണ്ടിന്റെ പേരാണ്. ഓക്കെ, അപ്പം ഗേസ് അങ്ങനെ 3 ഗോൾ അടിച്ചു റൊണാൾഡോ ഈ സീസൺ. ഓക്കെ, 3ാമത്തെ ഗോളാണ്. മാത്രമല്ല ഈ മാച്ചിലെ 2ാമത്തെ ഗോളാണ്. കഴിഞ്ഞ മാച്ച് 1 ഗോള്, ഈ മാച്ച് 2 ഗോള്. റൊണാൾഡോയെ കൊണ്ട് ഹാട്രിക് അടിക്കാൻ സാധിക്കുമോ? എനിക്ക് അറിഞ്ഞൂടാ സമയം എത്ര ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പറ്റും. 87 മിനിറ്റ് 88 മിനിറ്റ് ആയി. ഇല്ലില്ല, നടക്കുമെന്ന് തോന്നില്ല. പക്ഷെ ചിലപ്പം നടക്കും. ലക്കുണ്ടെങ്കിൽ നടക്കും. ലക്ക് ഈസ് ദ മെയിൻ തിങ് ദാറ്റ് വി വാണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ നടക്കും. എന്താണ് ഈസി നടക്കുന്നത്? എവിടെ പോയി ബോള്? ഒറ്റടിക്ക് നടക്കും തോന്നില്ല. ഹാട്രിക്ക് നടക്കും തോന്നില്ല. അടുത്ത കളിയിൽ എങ്ങനെയും ഹാട്രിക്ക് അടിക്കാം. ഈ ജോയ്സ്റ്റിക്ക് ഒരു വിഷയമാണ്. നിങ്ങൾക്ക് കാണുന്നതിനല്ല പ്രശ്നം ഉണ്ടെങ്കിൽ സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചിരിക്കുകയാണ്. ആദ്യത്തെ കളി ഒന്ന് അടിപതറിയെങ്കിലും 2 ഗോൾ അടിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 2 ഗോളും കാണാൻ പറ്റി നിങ്ങൾക്ക്. പിന്നെ പോർച്ചുഗലിന്റെ ഒരു 2-0 മിന്നും കാണാൻ പറ്റി. ഉസ്ബെക്കിസ്ഥാനെയൊക്കെ അടിച്ച് താഴെ ഇട്ട് ഗൈസ്. അപ്പം 2-0 പോർച്ചുഗൽ ജയിച്ചിരിക്കുകയാണ് സെക്കൻഡ് മാച്ച്. അപ്പം തേർഡ് മാച്ചിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു ഇനി. ഈ മാച്ച് നമ്മൾ ജയിച്ചു, കഴിഞ്ഞ മാച്ച് നമ്മൾ തോറ്റു. ഇനി അടുത്ത മാച്ച് ജയിക്കും എന്നൊരു ഇതിലൂടെയാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ പ്ലെയറാണ്, അതൊന്നും എനിക്ക് വിഷയമില്ല. അടുത്ത മാച്ച് ആരുമായിട്ടാണെന്ന് ഇപ്പൊ അറിയാം. അങ്ങനെ ആദ്യത്തെ മാച്ച് തോറ്റ് 2ാമത്തെ മാച്ച് ജയിച്ച് ഇന്നത്തെ എപ്പിസോഡ് നിർത്താൻ പോകുന്നതിന് മുമ്പേ ഈ മാച്ച് ആരുമായിട്ടാന്ന് അറിഞ്ഞിട്ട് നിർത്താം. ഓക്കെ, അടുത്ത മാച്ച്, നെക്സ്റ്റ് മാച്ച് ഈസ് വേഴ്സസ് കൊളംബിയ ഗീസ്. അടുത്ത മാച്ച് കൊളംബിയ ആയിട്ടാണ്. അപ്പൊ ഇപ്പം എത്ര ഇതായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര ഗ്രൂപ്പ് ഓവർവ്യൂ അല്ല, ഫിക്സ്റ്റേഴ്സ് അല്ല. ഫിക്സ്റ്റേഴ്സ് എനിക്ക് എന്റെ ഫിക്സ്റ്റേഴ്സ് ഇപ്പൊ കാണാം. ആദ്യത്തെ മാച്ച് വാശിയേറിയ പോരാട്ടമായിരുന്നു, 3-2. കുഴപ്പമില്ല, അത് വിട്ടോളാം. ഇനി കൊളംബിയ ആയിട്ടുള്ള മാച്ചാണ് വരുന്നത്. അപ്പൊ ഈ ഫിക്സ്റ്റേഴ്സ് മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഗ്രൂപ്പ് ഓവർവ്യൂല് നമ്മളെത്രാമതാ? ഇപ്പം ഗ്രൂപ്പ് കെയിൽ നമ്മൾ ഒന്നാമത് തന്നെ മാറിയില്ല, താഴോട്ടൊന്നും പോയില്ല. അപ്പൊ അടുത്ത കളി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ കളി ജയിച്ചാൽ നമ്മൾ ഒന്നാമത് തന്നെ നിൽക്കും, തോറ്റാൽ നമ്മൾ താഴെ പോകും. അപ്പം നമ്മൾ ഒന്നാമത് തന്നെ നിൽക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ ഗേസ്, ഇറ്റ്സ് മി യുവർ ഫാൻഡം സിപിഎം സൈനിങ് ഔട്ട്. വീഡിയോ ഏതാണ്ട് 30 മിനിറ്റ് അറൗണ്ട് ഉണ്ട്. എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അപ്ലോഡ് ആവും. ഓക്കെ, അപ്പം ബൈ. ഇറ്റ്സ് മി യുവർ ഫാൻഡം സിപിഎം. അടുത്ത എപ്പിസോഡ് കൊളംബിയ ആയിട്ടുള്ള മാച്ചുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം ബൈ. വീഡിയോ ഇഷ്ടമുള്ളേക്കാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രം എൻ്റെ വീഡിയോ ഷെയർ ആവും, എനിക്ക് ലൈക്ക് കയറും, എനിക്ക് സബ്സ്ക്രൈബേഴ്സും കയറും. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും അറിയും. പിന്നെ
വി ആർ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.